നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛൻ ഉറങ്ങിയായിരുന്നോ? ഇല്ല. നിങ്ങളെന്താ രണ്ടുപേരും കൂടി? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട് അച്ഛാ. വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല അച്ഛാ, സ്നേഹയുടെ കാര്യം. സ്നേഹ ഇങ്ങനൊരു അവസ്ഥയിൽ എത്ര നാൾ നമ്മൾ കണ്ടില്ലെന്നടിക്കും. ഉടനെ മറ്റൊരാളെ കണ്ടുപിടിച്ച് സ്നേഹയെ വിവാഹം കഴിപ്പിക്കണം. ധനുഷുമായുള്ള വിവാഹം മുടങ്ങിയതിൽ പിന്നെ അവള് വല്ലാത്തൊരവസ്ഥയിലാ. ഈ സമയത്ത് ഒരു വിവാഹത്തെപ്പറ്റി അവളോട് എങ്ങനെയാ നമ്മൾ സംസാരിക്കുന്നത്? എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് പോകും കാര്യങ്ങൾ. അവളുടെ അവസ്ഥ നിങ്ങൾക്കും അറിയാലോ. അവൾ അവസാനം പറഞ്ഞതും അവൾക്ക് അവനെ മതിയെന്നാ. അതൊരു കാരണവശാലും ഞാൻ സമ്മതിക്കാനും പോകുന്നില്ല എന്ന് കരുതി ഉടനെ ഒരു വിവാഹത്തിന് അവളെ നിർബന്ധിക്കാനും പറ്റില്ല. എപ്പോഴും ഒറ്റയ്ക്കായെന്നൊരു തോന്നലുണ്ട് സ്നേഹയുടെ മനസ്സിൽ. ധനുഷിനേക്കാളും നല്ലൊരു പയ്യൻ അവളുടെ ജീവിതത്തിലേക്ക് വരുമ്പോ അതൊക്കെ പതിയെ മാറും. അതെ അച്ഛാ, ധനുഷ് എല്ലാ ലോകമെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ മറ്റൊരാള് അവളുടെ ജീവിതത്തിലേക്ക് വരുന്നതാ ഏറ്റവും ഉചിതം. അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അവൾക്കത് വാശിയാവേ ഉള്ളൂ. ഒരാളെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ മറ്റൊരാളുടെ കടന്നു വരവിന് കഴിയും. സ്നേഹിക്ക് നല്ലൊരു പയ്യനെ കിട്ടും, എനിക്ക് ഉറപ്പാ. എനിക്ക് വേണ്ടെങ്കിലോ? നിങ്ങളിപ്പോ പറഞ്ഞ നല്ലൊരു പയ്യൻ എനിക്ക് വേണ്ടെങ്കിലോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.